കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ മെത്രാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് പുറത്തു വന്നിരുന്നു. മെത്രാൻ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. കൺവീനർ എപ്പിസ്കോപ്പൽ സ്ക്രീനിംഗ് കമ്മിറ്റി, കാത്തോലിക്കേറ്റ്, അരമന, ദേവലോകം, കോട്ടയം. ഈ അഡ്രസ്സിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കാം. അഭിപ്രായങ്ങൾ അയക്കുന്നവരുടെ വിലാസവും ഫോൺ നമ്പരും വ്യക്തമായി എഴുതിയിരിക്കണം. മെയ് 31 വൈകിട്ട് 5 മണിവരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഉഡായിപ്പാണെന്ന്. അരിയാഹാരം കഴിക്കുന്നവരാണ് വിശ്വാസികളെന്ന് ഇനിയെങ്കിലും സഭാ നേതൃത്വം മനസ്സിലാക്കണം. നോമിനേഷൻ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിലെ സുതാര്യത. ഇത് ആരൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത്? മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ കണിയാന്മാരല്ല. ആരൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന് ഗണിച്ച് കണ്ടു പിടിച്ച് അഭിപ്രായം പറയാൻ. എന്തൊരു പ്രഹസനമാണ് ഈ കാണിക്കുന്നത്! ഈ നോട്ടീസ് അടിച്ചുവിട്ട കള്ള ബെടുവകൾ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ലേശം ഉളുപ്പുണ്ടോ ഇങ്ങനെ പ്രഹസനം കാണിക്കാൻ? അപ്പോൾ മനസ്സിലാക്കാം ഈ നോമിനേഷൻ കൊടുത്തതിൽ അർഹരായ പല പാവങ്ങളും തഴയപ്പെടും. അങ്ങനെ തഴയപ്പെടാനും സ്വന്തക്കാരെ തിരികെ കയറ്റാനുമുള്ള ഉഡായിപ്പുമാണ് നടക്കാൻ പോകുന്നത്. വ്യാജ പരാതികളുടെ പേരിൽ പലരെയും ഒഴിവാക്കാം. എന്തൊരു തന്ത്രം! ഈ ബുദ്ധിയെ അംഗീകരിക്കണം. കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ആകെ 4 പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. എന്നാൽ പിന്നെ അസോസിയേഷൻ കൂടി തെരഞ്ഞെടുക്കുന്നുവെന്ന് പ്രഹസനം കാണിക്കണോ? സുന്നകദോസിൽ അങ്ങ് തീരുമാനിച്ചാൽ പോരെ? അസോസിയേഷൻ അംഗങ്ങളെ വിളിച്ചുകൂട്ടാനോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്വന്തം കയ്യിലെ കാശും സമയവും ചെലവഴിച്ച് അസോസിയേഷൻ എന്ന പേരിലുള്ള മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ വിഡ്ഢികളാക്കരുത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന വോട്ടർമാരായ അസോസിയേഷൻ അംഗങ്ങൾ അറിഞ്ഞിരിക്കാൻ ഒരു സീനിയർ വൈദികന്റെ അഭിപ്രായം കേൾക്കാം. നമ്മുടെ പരിശുദ്ധ സഭ ലോകമൊക്കെയുള്ളതായ നമ്മുടെ സഭയുടെ പ്രവർത്തനത്തിൻ്റെ ആ ഊഷ്മളമായ പ്രവർത്തനത്തിന് വേണ്ടി 4-5 മെത്രാച്ചന്മാരെ തിരഞ്ഞെടുക്കാൻ പോകാനായിട്ട് ഉള്ള കൽപ്പനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പണ്ട് കാലങ്ങളിലെ ദേറായിൽ താമസിച്ച് ദേറാക്കാരെ പഠിച്ച് അവരെയായിരുന്നു മെത്രാച്ചന്മാരായിട്ടൊക്കെ എടുത്തുകൊടുക്കുന്നത്. ഇപ്പോഴേ അവിവാഹിതർ എന്നുള്ള ആ ലേബലിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. നല്ല കാര്യം. കല്യാണം കഴിക്കാത്തവരെല്ലാവരും മെത്രാച്ചനാകാൻ യോഗ്യരാണല്ലോ. ഇനി കല്യാണം കഴിച്ചവരെ കൂടെ ആ രംഗത്തിലേക്ക് ഉയർത്തുവാണെങ്കിലും ബഹുരസമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പ് ദൈവ ഇഷ്ടം നടത്തുവാൻ തക്കവണ്ണം നമുക്ക് സന്യാസി ശ്രേഷ്ഠയാണ് വേണ്ടത്. അല്ലാതെ പള്ളി ഭരിച്ച് കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കി അതിൻ്റെ കെയറോഫിൽ പുറം രാജ്യങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളുമൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു പേരുണ്ട്. അത് ഇതിന് യോഗ്യതയാണ്. അപ്പം അതിൻ്റെ കെയറോഫിൽ വരുന്നവരെ എല്ലാം പിടിച്ച് മെത്രാച്ചന്മാരെ ആക്കാൻ വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്നത് നമ്മളൊന്ന് ഒഴിവാക്കുന്നതല്ലായിരിക്കും. അങ്ങനെ എപ്പോൾ വന്നിട്ടുണ്ടോ അതൊന്നും ശുഭമായിട്ടുമില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള അച്ഛന്മാരെ പലരുടെയും ഒപ്പിട്ട് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പണ്ട് മുതൽ ചെയ്തതായ ആ പ്രവർത്തനങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറിപ്പോകത്തൊന്നുമില്ല. അത് ഇതിൻ്റെ സ്ക്രൂട്ടനിങ് കമ്മിറ്റി
ചിന്തിക്കണേ എന്നൊരപേക്ഷയുണ്ട്. മുൻകാലങ്ങളൊക്കെ അപേക്ഷ കൊടുത്തതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികം കൊണ്ട് അമേരിക്കയിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നവരെ എടുക്കാൻ പാടില്ല. അവരെ നേരായി പോയി താമസിക്കണം. അങ്ങനെ അച്ഛന്മാരാണെങ്കിൽ വളരെ നേരായും താമസിക്കണം. ഇത് പള്ളികൾ ഭരിച്ച് അങ്ങനെ സാമ്പത്തികമൊക്കെ ഉണ്ടായി ഇപ്പോൾ മദ്രാസിനാകാൻ യോഗ്യനാണ് എന്ന് സ്വയം പറയുകയും 10 പേരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്താൽ അത് ശരിയല്ല. ഇവിടെ കേരളത്തിൽ ധാരാളം ഒത്തിരിയുണ്ട്. തൃക്കത്തും സെമിനാരി, പഴയ സെമിനാരി, ദേവലോകരമന, പരമന സെമിനാരി, അങ്ങനെ ഒത്തിരി കുണ്ട്ര സെമിനാരി, ഇങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ച് ജനങ്ങളെ സേവനം നടത്തുന്ന, ജനങ്ങളെ സേവിക്കുന്ന കഴിവുള്ളതും ദൈവവിളിയുള്ളതും ആയ അച്ഛന്മാരെ ഈ സ്കൂട്ടറിംഗ് കമ്മിറ്റി പ്രത്യേകം മനസ്സിലാക്കി എടുത്താൽ അത് സഭയ്ക്ക് നേട്ടമായിരിക്കും. അല്ലാതെ സാമ്പത്തികം ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോഴേ സാമ്പത്തികത്തിലല്ല നിൽക്കുന്നത്. ഇപ്പം കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നല്ല സാമ്പത്തികം കൊണ്ടാണ് വരുന്നത്. അവർക്കിവിടെ ചെലവഴിക്കാനുള്ളതായ ആ സാഹചര്യം ഉണ്ടെങ്കിൽ വോട്ടല്ലയോ, വോട്ട് മറിക്കാനുള്ള രൂപയുണ്ട്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അച്ഛന്മാരൊക്കെ കാണും. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പം ചിലപ്പോൾ ഞാനും ഇറങ്ങും വിചാരിച്ചു, അതിനകത്ത് ആരെയും കുറ്റം പറയണ്ട. എങ്കിലും കേരളത്തിൽ താമസിച്ച് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആയി നോയമ്പും നമസ്കാരമൊക്കെ നടത്തി ആരാധന ഭംഗിയായിട്ട് ക്രമമായിട്ട് ചിട്ടയായിട്ട് ചെയ്ത് പോകുന്ന ബഹുമാനപ്പെട്ട വൈദിക സെക്രട്ടറിയെ ഈ പദവിയിലേക്ക് എടുക്കുന്നത് സഭയ്ക്ക് നേട്ടമായിരിക്കും, നന്നായിരിക്കും. അല്ലാതെ കാശല്ല നോക്കേണ്ടത്, സാമ്പത്തികമല്ല നോക്കേണ്ടത്. ഇപ്പം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ കാശുണ്ട്. അവരുടെ ആ സാഹചര്യം അവരെങ്ങനെയാണ്, അവരെ എടുക്കുന്നതിന് കുഴപ്പമില്ല. അവരുടെ നാട്ടിൽ താമസിച്ച് നാടുമായിട്ട് ബന്ധപ്പെട്ട്, മലങ്കര സഭ കേരളത്തിലാണല്ലോ, കേരളത്തിൽ നിന്നുള്ളതാണല്ലോ പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുത്തെ മുദ്രാച്ചന്മാരുമായിട്ടൊക്കെ ഇടപെട്ട് മുദ്രാച്ചന്മാരൊക്കെയും അവരെ പഠിച്ച് നമ്മുടെ അസോസിയേഷൻ വരുമ്പോൾ ഡൊണേഷൻ കൊടുക്കണം. അല്ലാതെ ഇടിപിടിയുന്ന സാമ്പത്തികം കൊണ്ട് ആ സാമ്പത്തികത്തിൻ്റെ പേരൊക്കെ ചാടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഇതിനു വേണ്ടി വരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.